എന്തുണ്ടാക്കും അമ്മേ? ഞാനേ നമുക്ക് പോപ്കോൺ ഉണ്ടാക്കാം. അപ്പോൾ ഞാനാണെങ്കിൽ പോപ്കോണിനകത്തോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കും. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് പോപ്കോണിനൊക്കെ ഭയങ്കര വിലയല്ലേ. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ മക്കൾക്കൊക്കെ ഇഷ്ടമുള്ളപ്പോഴത്തേക്ക് പോപ്കോണൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 1 കിലോ പോപ്കോണിന് 6 ദ്രംസേ ഉള്ളൂ. അപ്പോൾ ഞാൻ എടുത്ത ബട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടറിൽ നെയ്യിലോ ഓയിലോ എല്ലാം ഉണ്ടാക്കാം. ഞാൻ പിന്നെ ബട്ടർ എടുത്തതേ ഉള്ളൂ. അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ സാൾട്ട് കാണത്തില്ല. അപ്പം കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ എല്ലായിടത്തും ഇതാകത്തില്ല. അപ്പം ഇച്ചിരി സാൾട്ടും കൂടെ ബട്ടറിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ബട്ടർ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഈ പോപ്കോൺ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചിട്ട് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മക്കൾക്കൊക്കെ വീട്ടിൽ ഇപ്പോൾ നാട്ടിലൊക്കെ മക്കൾക്കൊക്കെ സ്കൂൾ വെക്കേഷനൊക്കെ അല്ലേ. അപ്പം എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ വേണ്ടേ. അപ്പോൾ ഈ 1 കിലോ പോപ്കോൺ മേടിച്ചാൽ മതി. ഇവിടെ 6 ദ്രംസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണമെങ്കിൽ 10, 15, 20 ദ്രംസൊക്കെ കൊടുക്കണ്ടേ. ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഇഷ്ടമുള്ളത് നമുക്ക് ബട്ടറിലോ ചീസിലോ പിന്നെ ഓയിലിലോ നെയ്യിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അതൊക്കെ മക്കൾക്ക് കൊടുക്കുന്നത് നല്ല ഹെൽത്തിയാണ്. അപ്പം കണ്ടോ, ഇതിങ്ങനെ പെട്ടെന്ന് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് പൊട്ടിക്കോളും. പൊട്ടുമ്പോൾ നമ്മളവിടെ ഇങ്ങനെ മൂടി വെച്ച് മൂടുക. അപ്പോഴത്തേക്ക് നമ്മുടെ പോപ്കോൺ റെഡി ആവും. ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഹോം മെയ്ഡ് പോപ്കോൺ ഉണ്ടാക്കി നമ്മുടെ മക്കൾക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പോപ്കോണൊക്കെ മേടിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മുടെ പോപ്കോൺ അറിയിക്കണേ. ചിലത് പൊട്ടിയിട്ടില്ല, ചിലതൊക്കെ പൊട്ടാനുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കണ്ടോ. ഇത്രയും പോപ്കോൺ കിട്ടിയിട്ടുണ്ട്. ഇത്രയും പോപ്കോൺ കടയിൽ നിന്നൊക്കെ മേടിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ മക്കൾക്കൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ബഹളങ്ങളൊന്നും ഇല്ലാതെ ഇരുന്ന് കഴിച്ചുകൊണ്ട് ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ മക്കളൊക്കെ ഉള്ളവർക്കൊക്കെ വലിയവർക്കൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. ശരി അപ്പോൾ.